ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മുടെ ബേഡ്സ് എല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. എന്താണെന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഭയങ്കര ബഹളമാണ് ഇവർ. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴേ നമുക്കറിയാം, താഴെ നിൽക്കുമ്പോഴേ അറിയാം. ഇനി നമ്മുടെ ഏവിയറിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഏവിയറിയിലെ ആദ്യത്തെ ഒരു കുട്ടി വിളവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവസാനം നട്ടതാണെങ്കിലും ആദ്യം വിളവെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് എൻ്റെ അഭിപ്രായത്തിൽ ചീര. അത്യാവശ്യം ചീര വലുതായിട്ടുണ്ട്. ഇത് കുറച്ച് വിളവെടുത്തെങ്കിൽ മാത്രമേ അടിയിൽ ഉള്ള കുഞ്ഞു തൈകൾ വളർന്നു വരുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ നിൽക്കുന്ന കുറച്ച് വലുതായത് നമുക്ക് എടുക്കാം. നമ്മളിത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം എല്ലാം ഒരു 2 ട്രേ ആയിട്ടാണ് കിട്ടിയത്. അപ്പം അതിന് ഞാൻ പിരിച്ചങ്ങ് വെക്കുകയാണ് ചെയ്തത്. അപ്പം എല്ലാം കൂടി നിൽക്കുന്നു. അപ്പം ഈ കുട്ടി ചെടികൾക്ക് വളരാൻ പറ്റില്ല. അപ്പം നമ്മൾ വലുതിനെ എടുക്കണം. അപ്പോൾ ഒരു കുട്ടി വിളവെടുപ്പ് നമുക്ക് നടത്താം. ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല, ഞാൻ വലുതിനെ പിഴുതെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. വരുന്നില്ല. അപ്പോൾ നമുക്ക് 2 കൈയും വേണം. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ചീര വിളവെടുപ്പ് നടത്തി. കുറച്ചേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം ഞങ്ങൾക്ക്. നമ്മളിത് വലിയ പ്ലാന്റ് എടുത്താൽ മാത്രമേ ഈ കുട്ടി പ്ലാന്റുകൾ കയറി വരത്തുള്ളൂ. അപ്പം അവർ പെട്ടെന്ന് വളരും. ഇനിയിപ്പം വലിയ പ്ലാന്റ്സ് മാറ്റിയ സ്ഥിതിക്ക് ഇനി അവർ പെട്ടെന്ന് വരും. പിന്നെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ധാരാളം നമുക്ക് സന്തോഷം. ഒരു കീടനാശിനി പോലെ ഒരു വേപ്പ് ഓയിൽ പോലും ഞാൻ അടിച്ചിട്ടില്ല ഒന്നിനും. കാരണം അങ്ങനെ ഒരു വലിയ കീടശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. കൂടുതൽ നമ്മുടെ മിലി ബഗ്സാണ് കൂടുതലും കാണുന്നത്. അത് കാണുന്ന അനുസരിച്ച് ഞാൻ അതിനപ്പം തന്നെ കൊല്ലാറാണ് പതിവ്. വേറെ വലിയ ശല്യം ഇതുവരെ വന്നിട്ടില്ല. ഒരു വേപ്പ് ഓയിൽ പോലും ഇതുവരെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല ഫ്രഷ് ചീര. അതുകൊണ്ട് ഇപ്പം തന്നെ കൊണ്ടുപോയി അതിനെ അടുപ്പത്താക്കട്ടെ. അപ്പം ബൈ.